ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മത്തങ്ങയിലേക്ക് സ്വാഗതം. ഞാൻ സോഫി പോളി. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വ്യായാമം ഒരു ലോട്ടറി പോലെയാണ്. നാളെ 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 നാളെ, ശരിയല്ലേ? എല്ലാവരും ജീവിതത്തിൽ ചെയ്യാൻ മടിക്കുന്നതും നാളേക്ക് മാറ്റിവെക്കുന്ന ഒരു സംഭവമാണ് വ്യായാമം. അപ്പോൾ നമ്മൾ എളുപ്പമുള്ള വ്യായാമം ഏതാണ് ചിന്തിക്കും. അത് അധര വ്യായാമമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് 4 പേരോട് പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, മനസ്സിന് കിട്ടുന്ന ഒരു കിടുക്കാച്ചി വ്യായാമമാണ്. സ്റ്റാൻഡപ്പ് കോമഡി നല്ലൊരു അധര വ്യായാമമാണ്. ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരോട് നിങ്ങളൊന്ന് 10 മിനിറ്റ് ഒന്ന് ഓടാൻ പറഞ്ഞാൽ മതി. ഓടിക്കഴിഞ്ഞാൽ അവർ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും മെൻ്റൽ സ്ട്രെങ്തിനേക്കാളും വേണ്ടത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണെന്ന്. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സ് വേണം. അതിന് ഞാൻ എന്നും സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. ദോഷം പറയരുതല്ലോ. എൻ്റെ സൂര്യ നമസ്കാരം സോളാർ ലൈറ്റിന് മുന്നിലാണെന്ന് മാത്രം. മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുന്നതും ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നതും കൊഞ്ഞനം കുത്തുന്നതും മുഖത്തിന് കിട്ടുന്ന നല്ലൊരു വ്യായാമമാണ്. പഴമക്കാർ ഈ കൊഞ്ഞനം കുത്തുന്നത് കണ്ടുപിടിച്ച് തന്നെ മുഖത്തിന് വ്യായാമം കിട്ടാൻ വേണ്ടിയാണ്. പിന്നീട് അതല്ലേ മോശം സംഭവമായി മാറിയത്. നിങ്ങളൊന്ന് കൊഞ്ഞനം കുത്തി നോക്കിയേ. എന്നെ നോക്കി കാണിക്കാനല്ല പറഞ്ഞേ. നിങ്ങൾ ആ മൊബൈലെടുത്ത് സെൽഫി മോഡ് ഇട്ട് ഒന്ന് കൊഞ്ഞനം കുത്തി നോക്കിയേ. അടിപൊളി ഭംഗിയായിരിക്കും. ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു വ്യായാമം മുഖത്തിന് കിട്ടുകയും ചെയ്യും. ചിലർക്ക് സ്ലിം ബ്യൂട്ടി ആകണം, ചിലർക്ക് മസിൽമാൻ ആകണം. പക്ഷേ എക്സസൈസ് ചെയ്യാനും പറ്റില്ല, ഭക്ഷണം കുറയ്ക്കാനും പറ്റില്ല. ജിമ്മിൻ്റെ വാതൊക്കെ പോയി ചെന്ന് നിന്നിട്ട് അവിടുത്തെ മെഷീനൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് തിരിച്ചു വരുന്നവരോട് ഞാൻ പറയാ, നിങ്ങളതൊക്കെ ഒന്ന് റോബോട്ടിനെ ഏൽപ്പിച്ചാൽ മതി. റോബോട്ട് നിങ്ങളെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഹരിച്ചും ഗുണിച്ചും കൂട്ടിയും കുറച്ചും വിഭജിച്ചും നല്ലൊരു കിടുക്കാച്ചി വ്യായാമം നിങ്ങൾക്ക് കിട്ടും. അകത്ത് കിടക്കുന്ന ഒരു കടലാസ് കഷ്ണം കുമ്പിട്ടെടുക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാർ, പിള്ളേര്, അവർക്ക് വീട്ടിലെ വർക്കൗട്ടാ. എന്നിട്ട് ജിമ്മിൽ ചെന്നിട്ട് ഭയങ്കര വർക്കൗട്ടാ. 60-100 കിലോ ഒക്കെ എല്ലാം എടുത്ത് പൊക്കണേ. അതൊരു മാജിക്ക് തന്നെ കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് പറയും, പണം, സ്വത്ത്, കഷ്ടപ്പാട് വരും പോകും, വയറ് വരും പോകില്ല. പക്ഷെ പോകും. നല്ല വ്യായാമം ചെയ്താൽ പോകും. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഇങ്ങോട്ട് പോരടി. എൻ്റെ വയറ് കുറയണനുസരിച്ച് നിൻ്റെ വയറ് കുറയുന്നു. ഇതെന്തൊരു സംഭവം നിങ്ങൾ ഈ പറയണേ. എനിക്ക് നിങ്ങളെ പോലെ വയറൊന്നുമില്ല, നമ്മളില്ലേ എന്ന് പറഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ പണി കിട്ടി. ആ പണി എന്താണെന്ന് അറിയണോ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.